ലോകത്ത് അമേരിക്ക നടത്തിയ അധിനിവേശങ്ങൾ പാർട്ട് 2 പനാമ. ലോക ചരിത്രത്തിൽ അമേരിക്ക നടത്തിയ ഏറ്റവും വിവാദപരമായ സൈനിക അധിനിവേശമായിരുന്നു 1989 പനാമ അധിനിവേശം. വെറും 40 ദിവസം കൊണ്ട് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ താഴെയിറക്കി തടവുകാരനായി അമേരിക്കയിലേക്ക് കൊണ്ടുപോയ ഓപ്പറേഷൻ ജസ്റ്റ് കോസ്. എന്തായിരുന്നു ഈ അട്ടിമറിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം? അമേരിക്കയുടെ വിശ്വസ്തനായ മാനുവൽ നോറിഗ എങ്ങനെ അവരുടെ ശത്രുവായി? അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന പനാമ കനാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും സൈനികമായും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. 1903 കൊളംബിയയിൽ നിന്ന് പനാമയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതുപോലും അമേരിക്കയുടെ താല്പര്യമായിരുന്നു. ഇതിനു പകരമെന്നോണം പനാമ കനാലിന്റെ നിയന്ത്രണം അമേരിക്ക സ്വന്തമാക്കി. എന്നാൽ 1977 കരാർ പ്രകാരം 1999 ഡിസംബറോടെ കനാലിന്റെ നിയന്ത്രണം പനാമയ്ക്ക് തിരിച്ചു നൽകേണ്ടി വരുമായിരുന്നു. പനാമയിലെ സൈനിക മേധാവിയായ മാനുവൽ നോറിഗ വർഷങ്ങളോളം സിഐയുടെ ശമ്പളം പറ്റിയിരുന്ന അമേരിക്കയുടെ ഇൻഫോർമന്റ് ആയിരുന്നു. സോവിയറ്റ് യൂണിയനെതിരെ ലാറ്റിൻ അമേരിക്കയിൽ അമേരിക്കയ്ക്ക് കരുത്തു പകരാൻ നോറിഗ സഹായിച്ചു. എന്നാൽ 1980കളിൽ നോറിഗ മയക്കുമരുന്ന് മാഫിയോട് ബന്ധം സ്ഥാപിച്ചത് അമേരിക്കയെ ചൊടിപ്പിച്ചു. തന്റെ അധികാരം നഷ്ടപ്പെടുമെന്നായപ്പോൾ നോറിഗ സോവിയറ്റ് ചേരിയോട് കൂടുതൽ അടുത്തു. 1989 ഡിസംബർ 15 നോറിഗ അമേരിക്കയുമായി യുദ്ധാവസ്ഥ പ്രഖ്യാപിച്ചു. തൊട്ടടുത്ത ദിവസം പനാമ സൈന്യം ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥനെ വധിച്ചതോടെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് H.W. ബുഷ് അധിനിവേശത്തിന് ഉത്തരവിട്ടു. ഡിസംബർ 20 പുലർച്ചെ 27,000-ഓളം അമേരിക്കൻ സൈനികർ പനാമയിൽ ആക്രമണം ആരംഭിച്ചു. അത്യാധുനിക ആയുധങ്ങളുമായി എത്തിയ അമേരിക്കൻ സൈന്യത്തിനു മുന്നിൽ പനാമയുടെ പ്രതിരോധം തകർന്നു. ലാ കൊമാൻഡൻസി എന്ന സൈനിക ആസ്ഥാനം ഹെലികോപ്റ്ററുകളും ടാങ്കറുകളും ചേർന്ന് തകർത്തു. നോറിഗ വത്തിക്കാൻ എംബസിയിൽ അഭയം തേടിയെങ്കിലും അവിടെ ഉച്ചത്തിൽ റോക്ക് മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് അമേരിക്ക ഒരു മാനസിക യുദ്ധം തന്നെ നടത്തി. ഒടുവിൽ 1990 ജനുവരി 3 നോറിഗ കീഴടങ്ങി. അമേരിക്കയുടെ ഈ സൈനിക അട്ടിമറിയിൽ നൂറുകണക്കിന് പനാമ സ്വദേശികൾ കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് പേർ അഭയാർത്ഥികളായി മാറപ്പെട്ടു. യുണൈറ്റഡ് നേഷൻസും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഈ അധിനിവേശത്തെ ശക്തമായി അപലപിച്ചു. നോറിഗയെ മയക്കുമരുന്ന് കടത്തിന് അമേരിക്കൻ കോടതി 40 വർഷത്തേക്ക് ശിക്ഷിച്ചു. ഈ അട്ടിമറിയിലൂടെ പനാമ കനാലിനുമേൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചു.